കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയമുള്ളവരെ, നമുക്ക് വീണ്ടും ഒരു പുതിയ ദിവസത്തിൻ്റെ പുലർകാലം കാണുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനവുമായി നമ്മുടെ പുതിയ ദിവസം ആരംഭിക്കുവാനും സർവകൃപാലുവായ കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. സംഭവബഹലമാകുന്ന ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ് പ്രത്യാശ നൽകുന്നത്, സകല സത്യത്തിലും നമ്മളെ വഴി നടത്തുന്നത്. ഓരോ ദിവസവും നമുക്ക് ദൈവവചനവുമായിട്ട് ആരംഭിക്കാം. നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ വചനം എന്നുള്ള വിഷയമാണ്. കഴിഞ്ഞ 27 എപ്പിസോഡുകളായിട്ട് നാം തുടർച്ചയായി ഈ വിഷയം ചിന്തിക്കുകയായിരുന്നു. ഇന്നതിൻ്റെ 28ാമത്തെ എപ്പിസോഡിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ ബഹുമാനമുള്ള പേരകത്തെ ചെറിയാൻ സ്കറിയ സാർ നമ്മോടൊപ്പമുണ്ട്. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. സാറിന് ഞങ്ങൾ പ്രത്യേകം സ്നേഹവന്ദനം അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നല്ല ശുശ്രൂഷകളെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു. ആഴമേറിയ ദൈവവചന മർമ്മങ്ങൾ നാമുമായിട്ട് പങ്കുവെക്കുവാൻ കർത്താവ് ഇടയാക്കട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സ്നാനം എന്നുള്ള വിഷയമാണ്. സാറിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നാം ഇന്നും ജീവിക്കുന്ന ഈ ലോകത്തിൽ ധാരാളം ക്രൈസ്തവ സഭകളുണ്ട്. ഓരോ സഭകൾക്കും വ്യത്യസ്ത തരത്തിലുള്ള സ്നാനങ്ങളാണുള്ളത്. ചിലർ മുതിർന്നവരെ സ്നാനപ്പെടുത്തുന്നു, ചിലർ ശിശുക്കളെ സ്നാനപ്പെടുത്തുന്നു, ചിലർ കൊടിക്കീഴിലൂടെ നടത്തി സ്നാനപ്പെടുത്തുന്നു, ചിലർ പൂക്കൾ വിതറി സ്നാനപ്പെടുത്തുന്നു, ചിലർ ഉപ്പ് വിതറി സ്നാനപ്പെടുത്തുന്നു എന്ന് പറയുന്നു. പിന്നെ അങ്ങനെ തരത്തിലുള്ള സ്നാനമുണ്ട്. പിന്നെ ചിലർ വെള്ളത്തിൽ 3 പ്രാവശ്യം മുക്കുന്നവരുണ്ട്, 1 പ്രാവശ്യം മുക്കുന്നവരുണ്ട്. അപ്പോൾ വേദപുസ്തകം ഇങ്ങനെ പലതരം സ്നാനങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ? ഈ സ്നാനത്തെ പറ്റി മാത്രമല്ല, മറ്റു പല കാര്യങ്ങളെ പറ്റി നമ്മൾ അന്വേഷിക്കുമ്പോഴും ഇതിനകത്തെല്ലാം ഒന്ന് 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 എന്നാ പറയുന്നത്. അതെ അല്ലേ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിൽ ലേഖനം 1-ാമത്തെ അധ്യായം ആയിരിക്കണം. അത് 4-ാമത്തെ അധ്യായമാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ മനുഷ്യന്റെ ചോദ്യവും ദൈവത്തിന്റെ ഉത്തരവുമായിരിക്കണം. നമ്മുടെ ചോദ്യം ചോദിച്ചിട്ട് നമ്മൾ തന്നെ ഉത്തരം പറഞ്ഞാൽ അത് കുഴഞ്ഞു പോകും. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായിട്ട് നിങ്ങളെ വിളിച്ചതുപോലെ എണ്ണാൻ പോവാ. ഏകം ഒന്നെന്ന് പറയുന്നത് എണ്ണാൻ പോവാ. പ്രത്യാശ എത്ര ഉണ്ട്? ഒന്ന്. ഏക പ്രത്യാശ ഒന്ന്. ശരീരം ഒന്ന്. ആ ശരീരം ഒന്നെന്ന് പറഞ്ഞാല് സഭ ഒന്നേ ഉള്ളൂ. അത് നമ്മൾ വേറൊരു പാഠത്തിന് അത് പഠിക്കുന്നതായിരിക്കും. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ. അത് തന്നെ. ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്. ആത്മാവ് ഒന്ന് എന്ന് പറഞ്ഞാൽ എന്തോ? പരിശുദ്ധാത്മാവ് ഒന്ന്. കർത്താവ് ഒരുവൻ. കർത്താവ് യേശു ക്രിസ്തു ഒരുവൻ. വിശ്വാസം ഒന്ന്. സ്നാനം ഒന്ന്. എല്ലാവർക്കും മീതെ ഉള്ളവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അതെ. അതുകൊണ്ട് തീർന്നോ ഈ ഒന്നെന്ന് പറയുന്നേ? അതെ, അത്രയേ ഉള്ളൂ അല്ലേ? അപ്പൊ എത്ര ഒന്നായി? ഇപ്പൊ 7 പ്രാവശ്യം ഈ ഒന്നെന്നുള്ള വാക്ക് ആ വായിച്ച വേദവാക്യത്തിനകത്ത് ഇങ്ങനെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. ഒന്ന്. അപ്പോഴ് അങ്ങനെയാണെങ്കിൽ സ്നാനം എന്ന് പറഞ്ഞപ്പോ സാറ് പറഞ്ഞു റോസാപ്പൂവുണ്ട്, പിന്നെ ആഹാരത്തിനകത്ത് ഇത് ഉപ്പിടുന്നതിന് ഒരാളുടെ തലയിൽ ഉപ്പിടുക തളിക്കുക, പിന്നെ തളിച്ച് സ്നാനം, മുക്കി സ്നാനം, 3 പ്രാവശ്യം മുക്കി സ്നാനം എന്ന് വേണ്ട, കൊടിക്കീഴിട്ട് സ്നാനം എന്ന് പറഞ്ഞു പല രീതിയിൽ സാറ് പറഞ്ഞ പോലെ കിടക്കുക. അപ്പൊ ഇതിൽ ഏതാ ശരി? ശരി ഒന്നേ ഉള്ളൂ. എങ്ങനെ കണ്ടുപിടിക്കുകയോ ശരി ഒന്നാണ് എന്നുള്ള കാര്യം ഒരു മാർഗമേ ഉള്ളൂ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. അങ്ങോട്ടങ്ങ് നോക്കിയാൽ മതി. പിന്നെ ഇവിടെ കുഴപ്പങ്ങളൊന്നും ഇല്ല. അപ്പൊ സത്യമായിട്ടുള്ളത് തെളിഞ്ഞു വരികയും അസത്യമായിട്ടുള്ളത് വീണു പോവുകയും ചെയ്യും. തീർച്ചയായും യേശു ക്രിസ്തു അങ്ങനെ സ്നാനപ്പെട്ടെ. നമ്മൾ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തില് 3-ാം അധ്യായത്തില് നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തു സ്നാനമേൽക്കുവാൻ യോർദാൻ കര യോഹന്നാൻ സ്നാപകന്റെ അടുക്കൽ വന്നു. അവിടെ നമ്മൾ കാണുന്നത് വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിയുള്ള
സ്നാനമാണ്. അത് നദിയിലാന്നേലും അതെ, ടാങ്കിനകത്താന്നേലും എങ്ങനെയായാലും അവിടെ ഒരു തത്വം കാണുന്നുണ്ട്. അതെ അല്ലേ? എന്തോ തത്വം? മുങ്ങിയുള്ള സ്നാനം. ബാപ്റ്റിസം എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ എന്താണ്? ബാപ്റ്റിസോ എന്നുള്ള വാക്കിൽ നിന്നുമാണ് ബാപ്റ്റിസം എന്നുള്ള വാക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അല്ലേ? അപ്പൊ ഈ ബാപ്റ്റിസോ എന്നുള്ള വാക്ക് ഈ ക്രിസ്തീയ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു വാക്കല്ല. അല്ല, അല്ലേ? അതിന്റെ മൂലഭാഷയിൽ ഒരു കപ്പല് മുങ്ങിപ്പോയാൽ എന്ത് പറയുന്നു? കപ്പല് മുങ്ങിപ്പോയി. അത് ബാപ്റ്റിസം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അങ്ങനെ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം മുങ്ങി ആണ് സ്നാനം എന്ന് പറയുന്നതിന്റെ വാക്കിന്റെ അർത്ഥം. അല്ലേ? അതെ. വെള്ളത്തിൽ മുങ്ങി. അപ്പൊ റോസാപ്പൂ തളിച്ച സ്നാനമാണോ? ആകുന്നില്ല. ഉപ്പ് തളിച്ച സ്നാനമാകുന്നുണ്ടോ? ആവുന്നില്ല. എണ്ണ ഒഴിച്ച് സ്നാനം നടക്കുമോ? ഇല്ല. ടെലിഫോണിൽ കൂടെ സ്നാനം നടക്കും? ഇല്ല. ഇതെല്ലാം പലവിധ സ്നാനങ്ങളാണ്. അപ്പൊ സാറിന്റെ ചോദ്യത്തിന്റെ ഉത്തരം എന്തായി? വേദപുസ്തകത്തിൽ പോകുമ്പോൾ ഒരു സ്നാനമേ ദൈവം കൽപ്പിച്ചിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഒന്നും ദൈവം അംഗീകരിക്കുന്നില്ല എന്ന് ചുരുക്കം. അപ്പൊ കുഞ്ഞുങ്ങളെ മുക്കി അങ്ങ് എടുത്താലോ? കുഞ്ഞുങ്ങളെ മുക്കിയെടുത്താൽ ഇപ്പൊ നമ്മൾ അടുത്ത ഈ പാഠത്തിന്റെ തുടർച്ചയായിട്ട് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ അതിന്റെ ഉത്തരം പിന്നീട് പറയാം. അല്ലേ? അങ്ങനെ പല സ്നാനങ്ങൾ കാണുന്നുണ്ട്. അതിലേത് സ്നാനമാണ് ശരി എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിനെ നോക്കുമ്പോൾ ക്രിസ്തുവിൽ കാണുന്ന സ്നാനമാണ് ഇവിടെ കാണുന്നത്. ഇനി ഈ സ്നാനത്തിന്റെ തുടക്കം എവിടെ? ഈ സ്നാനം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സഭകളിൽ കാണുന്ന സ്നാനം എന്ന് പറയുന്നതിന് ഒരു തുടക്കമുണ്ടല്ലോ. അത് തുടക്കം എവിടെ? അല്ലേ? വായിക്കാം. മത്തായിയുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം വായിക്കാം. യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? യോഹന്നാന്റെ സ്നാനം എവിടെ നിന്ന്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? എന്റെ ഉത്തരം ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞാൽ എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നുള്ളതാണ് ശരിയായിട്ടുള്ളത്. മനുഷ്യരിൽ നിന്നാണോ? അല്ല. പിന്നെയോ മനുഷ്യരിൽ നിന്നുള്ള സ്നാനം ഉണ്ട്. അതാ നമ്മൾ ഈ കാണുന്ന റോസാപ്പൂവും അത് ഒക്കെയുള്ള സ്നാനം മനുഷ്യന്റെ സ്നാനം. സ്വർഗത്തിൽ നിന്ന് അയച്ചിരിക്കുന്ന സ്നാനം എന്ന് പറയുന്നത് ഒന്ന്. അത് ആരിൽ കൂടി ദൈവം അയച്ചു? യോഹന്നാ സ്നാപകനിൽ കൂടി കാണുന്നു. ഈ യോഹന്നാ സ്നാപകൻ എങ്ങനെയാണ് ഈ ശുശ്രൂഷ ആരംഭിക്കുന്നത്? വെള്ളത്തിൽ മുങ്ങി ഉള്ള സ്നാനം. അതിന്റെ അർത്ഥത്തിൽ തന്നെ, വാക്കിന്റെ അർത്ഥത്തിൽ തന്നെ അങ്ങനെയാണ്. അപ്പൊ മുങ്ങിയുള്ള സ്നാനം അങ്ങനെയാണ് അതിന് ഈ സ്നാനത്തിന്റെ തുടക്കം എന്ന് പറയുന്നത്. അല്ലേ? പിന്നെ സംശയം വല്ലതുണ്ടോ? ഇല്ല, അങ്ങനെയാണ്. അത് തന്നെ സ്നാനം എന്ന് പറയുന്നതിന്റെ മൂല അർത്ഥം എന്തുവാണ്? ഈ സ്നാനം കൊണ്ട് ഈ ക്രിയ മറ്റൊന്നിനെ പ്രതിനിധീകരിക്കുന്നേ ഉള്ളൂ സ്നാനം എന്ന് പറയുന്നത്. അല്ലേ? അപ്പം അതെന്തുവാണെന്ന് നോക്കാം. അപ്പൊ സ്നാനം എന്ന് പറയുന്ന ഈ ശുശ്രൂഷയ്ക്ക് അതീതമായിട്ട് അതിനൊരു അർത്ഥമുണ്ട്. ആ അർത്ഥം മനസ്സിലാക്കി എങ്കിൽ മാത്രമേ ഇത് അർത്ഥവത്താകത്തുള്ളൂ എന്നും ചുരുക്കം. അല്ലേ? സ്നാനം എന്ന് പറഞ്ഞാൽ സാറിന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം, എല്ലാം എടുത്ത് വായിക്കേണ്ട ആവശ്യമില്ലല്ലോ. റോമർക്ക് ലേഖനം എഴുതുമ്പം 6-ാമത്തെ അധ്യായത്തിനകത്ത് സ്നാനത്തിന്റെ കാര്യം പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അല്ലേ? അതന്നെ. അതിന്റെ തുടക്ക ഭാഗത്തേക്ക് പോയിട്ട് അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് വായിക്കണം. റോമർക്ക് എഴുതിയ ലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം. അപ്പം സ്നാനം എന്താണ്? യേശുക്രിസ്തുവിനോട് ചേരുന്ന ശുശ്രൂഷയാണ്. അതന്നെയല്ല, മറ്റേ സ്നാനപ്പെടുത്തിയ സഭയോട് ചേർത്തു എന്നും പറയുന്നുണ്ട്. അല്ലേ? അത് തന്നെ. അപ്പൊ യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നവരായ നാം എല്ലാവരും അവിടുത്തെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റി. അപ്പൊ കർത്താവിന്റെ മരണത്തിൽ പങ്കാളികളാകുക. കർത്താവ് എന്തിനാ മരിച്ചത്? പാപസംബന്ധമായിട്ട് ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അല്ലേ? അപ്പൊ പാപത്തെ കർത്താവായ യേശുക്രിസ്തു ചുമന്നു, അങ്ങനെ മരിച്ചു. അപ്പൊ മനുഷ്യൻ എന്ത് ചെയ്യണം? പാപസംബന്ധമായിട്ടവൻ മരിക്കണം. എങ്കിലേ ഈ മരണം തമ്മിൽ അങ്ങോട്ട് യോജിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇനി യോജിപ്പില്ലാതെ വരുന്നു. അല്ലേ? പാപസംബന്ധമായി മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഇച്ചിരി മനസ്സിലാക്കേണ്ട കാര്യം. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, പാപസംബന്ധമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്തുവാ? ഞാൻ പറയാം. പാപസംബന്ധമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ
സാറിന് ഒരു അയൽപക്കക്കാരനുണ്ട് എന്നിരിക്കട്ടെ. ഓക്കെ. അവന് കള്ളുകുടിയനാണ്, വ്യഭിചാരിയാണ്, പിടിച്ചുപറിക്കാരനാണ്, കൊലപാതകനാണ്. അങ്ങനെ പട്ടികയെല്ലാം പറഞ്ഞ ഇതെല്ലാം ഈ മനുഷ്യനിൽ കാണാം. ഓക്കെ. പാപത്തിന്റെ നിർവചനമാണ് എന്ന് പറയാം. ഓക്കെ. സ്ത്രീകൾക്ക് ഒന്നും സുരക്ഷിതമായിട്ട് കടന്നു പോകാൻ സാധിക്കത്തില്ല. അങ്ങനത്തെ മനുഷ്യൻ. ഓക്കെ. അല്ലേ? കള്ളുകുടിയൻ. ഓക്കെ. പക്ഷെ അവൻ ഒരു ദിവസം അങ്ങ് മരിച്ചുപോയി. അപ്പം നമ്മൾ ഭാവനയിൽ വിചാരിക്കുക, മരിച്ചു, കട്ടിൽ കിടക്കുകയാണ് ആ പഴയ കാലത്തെ രീതി അനുസരിച്ച്. അപ്പോൾ അയലൊക്കെക്കാരും എല്ലാവരും വന്ന് ഇവനെ കാണാൻ പോകുന്നു. അപ്പം കാണാൻ പോകുന്നതിൽ ഒരാൾ ഒരു കുപ്പി കള്ള് കൊണ്ടുവരിക. കള്ള് കൊണ്ടുവന്നിട്ട് അവൻ്റെ കിടക്കയുടെ അടുക്കൽ അങ്ങ് വെച്ചു. ഇവൻ ഇത് നോക്കുന്നുണ്ടോ? മരിച്ചു പോയോണ്ട് നോക്കാൻ പറ്റത്തില്ല. ഇവൻ കുടിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല. സ്ത്രീകൾ വന്നിരിപ്പുണ്ട്, സ്ത്രീകളെ നോക്കുന്നുണ്ടോ? ഇപ്പൊ നോക്കുന്നില്ല, മരിച്ചുപോയി. അല്ലേ? അപ്പൊ ഇവന് നേരത്തെ ഭാഷയിലായിരുന്നു. ഇപ്പൊ മരിച്ചത് കൊണ്ട് ഇവൻ അതും ചെയ്യുന്ന, മോഷ്ടിക്കുന്നുണ്ടോ? ഇല്ല. കള്ളം പറയുന്നുണ്ടോ? ഇല്ല. വ്യഭിചരിക്കുന്നുണ്ടോ? ഇല്ല. ഇങ്ങനെ ഏത് കാര്യം നോക്കിയാലും ഇവൻ മരിച്ചു പോയത് കൊണ്ട് ഇവൻ ഈ യാതൊരു കാര്യമായിട്ട് ബന്ധം ഇല്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പാപസംബന്ധമായിട്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണെന്ന് പിടികിട്ടിയോ? അത് തന്നെ. അതായത് പഴയ പാപങ്ങള് ചെയ്യാതെ പൂർണ്ണമായും അതിൽ നിന്നുള്ളൊരു മാറ്റം അല്ലേ? അതെ. പാപസംബന്ധമായിട്ട് മരിച്ചവനെ എന്തോ ചെയ്യണം? മരിച്ചവനെ സാധാരണ നമ്മൾ അടക്കും. മരിച്ചവനെ അടക്കണം, അല്ലെങ്കിൽ അവന് നാറും. മരിച്ചവനെ അടക്കണം. അപ്പൊ ഈ പാപസംബന്ധമായിട്ട് മരിച്ചവനെ എവിടെ അടക്കുന്നേ? സാധാരണ ഈ ശാരീരികമായിട്ട് മരിക്കുന്നവനെ മണ്ണിൽ കുഴിച്ചിടുക. മണ്ണിൽ കുഴിച്ചിടണം. അതന്നെ. ഇനി നമുക്ക് ചിന്തിച്ചു നോക്കാം. ഇത് സെമിത്തേരി ചെന്നിട്ട് ഇവന് മുകളിൽ ഇച്ചിരി മണ്ണ് എല്ലാരും എടുത്ത് കുടഞ്ഞിട്ടിട്ട് ശവസംസ്കാരം കഴിഞ്ഞ് നമുക്ക് വീട്ടിൽ പോകാന്ന് പറയോ? പിന്നെ അവിടെ നാറും. അവനെ ശരി കുഴിയെടുത്ത് നന്നായിട്ട് ഇട്ട് മണ്ണിട്ട് മൂടണം. എങ്കിലേ അവനെ അടക്കിയതായിട്ട് വരത്തുള്ളൂ. അപ്പം ഇവിടെ എന്താണ്? വെള്ളമാകുന്ന കുഴിയില് യവനെ കുഴിച്ചിടുന്നു. അപ്പം വെള്ളത്താൽ മുഴുകി വെള്ളത്തിന്റെ അടിയിൽ പോയി അവനെ പാപസംബന്ധമായിട്ട് മരിച്ചു, അടക്കി. അല്ലേ? ഈ അടക്കിയവന് പിന്നെ എന്തുകൊണ്ട്? കർത്താവ് അടക്കം കഴിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റ്. കർത്താവായ യേശു ക്രിസ്തു അടക്കം കഴിഞ്ഞിട്ട് അവിടെ കിടന്നില്ല, ഉയർത്തെഴുന്നേറ്റ്. അപ്പം ഈ സ്നാനപ്പെട്ടവന് പിന്നെ ഉയർപ്പുണ്ട്. ഉയർപ്പെപ്പോഴാണ്? അവൻ വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടെ തന്നെ പറയുന്നു, ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടത് പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടെ ഉരിഞ്ഞങ്ങ് കളഞ്ഞു. അവൻ മരിച്ചു. പിന്നെ ഒന്നും ഇതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ ഒരു ജീവിതത്തിന്റെ തുടക്കം അവിടെ ആരംഭിക്കുകയാണ്. അല്ലേ? ഇതാണ് സ്നാനത്തിന്റെ അർത്ഥം. ഇനി കർത്താവായ യേശു ക്രിസ്തു തന്നെ സ്നാനത്തെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ചിന്തിക്കാം. അല്ലേ? അപ്പോൾ സ്നാനം എന്ന് പറയുന്ന ഈ ശുശ്രൂഷയിൽ അടങ്ങിയിരിക്കുന്നത് എന്തുവാണ്? അപ്പൊ നമുക്ക് അതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ഈ ഇന്ന് ലോകത്തിൽ കാണുന്ന സ്നാനങ്ങളെല്ലാം തിരുവചന പ്രകാരമുള്ളതല്ല. ഈ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ജീവന്റെ പുതുക്കത്തിൽ നടക്കാനും ഉള്ള ആ ഒരു രീതിയിൽ ഉള്ള സ്നാനമാണ് ശരിയായ സ്നാനം. അപ്പൊ കുടഞ്ഞു വിട്ടാൽ അടക്കമാകുന്നില്ല, തളിച്ചു വിട്ടാൽ അടക്കമാകുന്നില്ല. ദൈവം അംഗീകരിക്കുന്നില്ലല്ലോ. ദൈവം സ്ഥാപിക്കാത്ത കാര്യത്തിന് ദൈവം അംഗീകരിക്കാൻ സാധ്യമല്ല. അതെ. അങ്ങനെ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ ഒരു കാരണമായിട്ടുള്ള നമ്മൾ വേദപുസ്തകത്തെ ഇപ്പൊ സമീപിക്കുന്നത് എന്താണ്? നമ്മൾ ഒരു മനുഷ്യരായിട്ട് വേദപുസ്തകം വായിച്ച് അതിനകത്തുനിന്ന് പഠിച്ച് മനസ്സിലാക്കി അത് പ്രായോഗിക ജീവിതത്തിലാക്കി ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വേദപുസ്തകത്തിന്റെ അടുക്കലേക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന നിലയിൽ കാണുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. സ്നാനം എന്ന് പറയുന്നതിന്റെ അർത്ഥം അങ്ങനെയാണ് എന്നുള്ള കാര്യം ഇവിടെ ഭംഗിയായിട്ട് പൗലോസ് അപ്പോസ്തലൻ അങ്ങോട്ട് വിവരിച്ചു തരുന്നു എന്നുള്ള കാര്യം മനസ്സിലാവും. അപ്പം സ്നാനം എന്നുള്ള ക്രിയയിൽ മാത്രമല്ല, അതിനതീതമായിട്ട് അതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി ചെയ്തെങ്കിൽ മാത്രമേ അത് അർത്ഥവത്താകത്തുള്ളൂ എന്നാണ് നമ്മൾ പറയുന്നതിൻ്റെ ചുരുക്കം. അല്ലേ? അപ്പം ഇന്ന് കാണുന്ന സാറ് പറഞ്ഞ പോലെ ഇന്ന് കാണുന്ന സ്നാനം വേദപുസ്തകവുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നു എന്ന് ചോദിച്ചാൽ എന്താ പറയുക? പലതും പൊരുത്തപ്പെടുന്നില്ല. ഇല്ല.
ഇനിയും സ്നാനപ്പെട്ടു എന്ന് നമുക്കൊരു ആത്മീയ തൃപ്തിയുണ്ട്, പക്ഷെ നിരയില്ല ഞാൻ നിന്നെ അറിയുന്നില്ല. എന്താ അറിയാതെ എന്താ? ഞാൻ നിന്നെ അറിയുന്നില്ല അല്ലേ? എൻ്റെ സ്വഭാവം സ്വരൂപം അതിലാണ് അല്ലേ? ജഡത്താൽ ജനിച്ചത് ജഡം. അതിനെ സ്നാനമേറ്റ് പുറത്ത് വന്നു കഴിഞ്ഞിട്ട് അവനെ നോക്കിയാൽ എങ്ങനെ ഇരിക്കുന്നു? ക്രിസ്തുവിനെ പോലെ ഇരിക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള സമർപ്പണത്തിനുള്ള ജീവിതമാണ് അല്ലേ? അതാണ് സ്നാനത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വം എന്ന് പറയുന്നത്. സാറിന് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലേ? അത് വളരെ ക്ലിയറാണ് അല്ലേ? അപ്പൊ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാനുള്ളതല്ല സ്നാനം. ഇതിന്റെ അനന്തരഫലം എന്നാന്നറിയാം? ദൈവം മോളിൽ നോക്കിയിട്ട് ഇത് എന്തുവാ കാണിക്കുന്നത്? റോസാപ്പൂ കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എല്ലാം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു. അപ്പൊ ദൈവം മോളിൽ നിന്ന് നോക്കുക, എടാ ഇതെന്താ കാണിക്കുന്നത്? എന്തുവാ എനിക്ക് മനസ്സിലാകുന്നില്ല, വേണമെന്നിട്ട് പറയാം അല്ലേ? അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കണം? അർത്ഥവത്തായിരിക്കണം. അല്ലെങ്കിൽ ദൈവം തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ദൈവം അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ട് എന്താ പ്രയോജനം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അല്ലേ? ഒരു പ്രയോജനവും ഇല്ലാതെ പോകും എന്നുള്ള കാര്യമാണ്. ഇനി സ്നാനത്തിന് മുൻപ് എന്തൊക്കെ ഉണ്ടാകണം അല്ലേ? എല്ലാരെയും പിടിച്ച് സ്നാനപ്പെടുത്താൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ? എല്ലാരെയും പിടിച്ച് സ്നാനപ്പെടുത്താൻ പറ്റില്ല. പിന്നെ സ്നാനത്തിന് എന്തുകൊണ്ട്? സ്നാനത്തിന് മുൻപ് നടക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആര് പറഞ്ഞിരിക്കുന്നു? തിരുവചനം പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പോകണം. ശരിയല്ലേ? മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായം 19-ാമത്തെ യേശു അടുത്തു ചെന്ന്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞിരിക്കും അല്ലേ? അപ്പോൾ ഈ സ്നാനപ്പെടുത്തുന്നതിന് മുൻപൊരു കാര്യം ഉണ്ടാവണം. എന്താണ്? പഠിപ്പിക്കണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാൻ തക്കണം, ഉപദേശിക്കണം, പഠിപ്പിക്കണം അല്ലേ? അപ്പം അതിന്റെ സ്നാനത്തിന് മുൻപ് ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യം തിരുവചനം പറയുന്നത് എന്താണ്? ഇവനെ ഉപദേശിക്കണം അല്ലേ? ഈ ഉപദേശം കഴിഞ്ഞിട്ട് ഇവനെ സ്നാനപ്പെടുത്താവൂ എന്ന് തിരുവചനം പറയുന്നു അല്ലേ? ഈ വിശ്വാസത്തിന് ഞാൻ ഓർക്കുന്നില്ല ഇവിടെ, വിശ്വാസത്തിന് അനുസരണം വരണമെന്ന് പറയുന്നുണ്ട് തിരുവചനത്തിന്റെ ഭാഗത്ത്. മർക്കോസ് 16:16 പറയുന്നുണ്ട്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അപ്പൊ വിശ്വസിച്ച് വേണം രക്ഷയിലേക്ക് വരുന്ന ഒരുവൻ വിശ്വാസം ഉണ്ടായിരിക്കണം. അപ്പൊ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. സ്നാനമേൽക്കുന്നവന്റെ ജീവിതത്തിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് വേണം സ്നാനം അല്ലേ? അങ്ങനെ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ. അപ്പം വിശ്വാസമില്ലാതെ സ്നാനമേറ്റാലോ ശരിയായ സ്നാനം ആവത്തില്ല, പ്രയോജനമില്ല. അപ്പോസ്തലപ്രവൃത്തി 2:38 പറയുന്നുണ്ട്, പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ. മാനസാന്തരവും വേണം. അത് മറ്റൊരു കാര്യം അല്ലേ? മറ്റൊരു കാര്യം. ഇപ്പൊ ആദ്യം ഇവിടെ നമ്മൾ വായിച്ചതനുസരിച്ച് മർക്കോസിന്റെ സുവിശേഷത്തിൽ പ്രകാരം സാറ് പറഞ്ഞതനുസരിച്ച് സ്നാനത്തിന് മുൻപ് എന്തോ ഉണ്ടാകണം? വിശ്വാസം. പഠിപ്പിക്കുന്ന കാര്യം വിശ്വസിക്കണം. എന്നിട്ട് വേണം സ്നാനമേൽക്കാൻ ചെയ്യാൻ. ഇനിയും ഈ വിശ്വസിക്കുന്ന ഒരാള് സ്നാനമേൽക്കുന്നത് മറ്റൊരാളെന്നിരിക്കട്ടെ, അപ്പൊ രക്ഷിക്കപ്പെടുന്ന ആരാ? മറ്റൊരുവനായിരിക്കണം. ഇതിന്റെ പാറ്റേൺ അങ്ങനെയാണല്ലോ പോകുന്നേ. അപ്പൊ ഞാൻ ഇന്നത്തെ കാര്യം ആരാ വിശ്വസിക്കുന്നത്? മാതാപിതാക്കള്. അത് പറ്റത്തില്ല അല്ലേ? എനിക്ക് വിശക്കുന്നൊക്കെ ഞാൻ വേണ്ടേ ആഹാരം കഴിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി ആഹാരം കഴിക്കാൻ പറ്റും. ഈ രക്ഷ എന്ന് പറയുന്നത് വ്യക്തിപരമാണ്. അതന്നെ വ്യക്തിപരമാണ് രക്ഷ എന്ന് പറയുന്നത് അല്ലേ? അപ്പം വ്യക്തിപരമായിട്ട് വിശ്വസിക്കണം, വ്യക്തിപരമായിട്ട് സ്നാനപ്പെടണം. അപ്പൊ വ്യക്തിപരമായിട്ട് ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. വേറൊരാള് നടന്നാ പോരാ. എങ്ങനെയാന്ന് പറയുന്നത്? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് എന്നാന്ന് ചോദിച്ചാൽ ഇന്ന് കാണുന്ന കാര്യമൊക്കെ എന്താണെന്നറിയാമോ? അത് പിന്നെ നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണമെന്നറിയില്ല. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിന്റെ 37-38 ഒന്ന് വായിക്കാം.
അതിന് ഫിലിപ്പോസ്, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം എന്ന് പറഞ്ഞു. അപ്പൊ എന്നാന്നറിയാം, ഇവർ രണ്ടുപേരും കൂടെ എത്യോപ്യൻ എന്തോ ചെയ്തിരിക്കുക. എത്യോപ്യന് യെരുശലേം ദേവാലയത്തിൽ പോയി തിരിച്ച് എത്യോപ്യയിലേക്ക് പോവാണ്. അപ്പൊ അവന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. അപ്പം നീ വായിക്കുന്നതിനെ ഗ്രഹിക്കുന്നുണ്ടോ? ഒരുതൻ പൊരുൾ തിരിച്ചു തരാതിരുന്നാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് പറയുന്നു. അപ്പൊ എന്ത് ചെയ്തു? ഫിലിപ്പോസ് എന്ത് ചെയ്തു? കയറിയിരുന്നു. ഈ ഫിലിപ്പോസിനെ ആര് കൊണ്ടുവന്നത്? ദൈവം അയച്ചതാ. കാര്യം ഈ ആത്മാർത്ഥതയോടെ ഇത് വായിക്കുമ്പോൾ ദൈവം വഴി ഒരുക്കുക. അവിടെ ഫിലിപ്പോസിനെ അയച്ചു. അവിടെ കയറിയുന്നു എന്ന് പറഞ്ഞു, കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള സുവിശേഷം പറഞ്ഞു. അപ്പൊ കടന്നു പോകുന്ന വഴിയരികെ വെള്ളം ഒരു തടാകമായിരിക്കാം കണ്ടു. അപ്പോഴ് എത്യോപ്യൻ ചോദിക്കുകയാണ്, ഞാൻ സ്നാനമേൽക്കുന്നതിന് വെള്ളം കണ്ടപ്പോ ഫിലിപ്പോസ് ചോദിക്കുന്നില്ല നീ സ്നാനപ്പെടുന്നു എന്ന് ചോദിക്കുന്നില്ല. അപ്പൊ അതുപോലെ ഏതാണ്ട് അതുപോലെ ആയിരിക്കണം. ഒരു മനുഷ്യനെ സ്നാനപ്പെടുന്നതിൽ ആരും നിർബന്ധിക്കണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ജോലിയാണ്. അവനെ ബോധം വരുത്തിയിട്ട് അവനോട് ദൈവം ചോദിക്കട്ടെ. അപ്പൊ അതാ ഇവിടെ കാണുന്നത് അല്ലേ? അപ്പൊ ചോദിക്കുകയാണ്, ഞാൻ സ്നാനമേൽക്കാൻ തക്കവണ്ണം തടസ്സമായിട്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടോ എന്ന് പറയുമ്പം ഈ ഫിലിപ്പോസ് അവനോട് എന്ത് പറയുന്നു? നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. അതിന്റെ അർത്ഥം എന്നാ? ഈ സ്നാനപ്പെടുന്നതിന് മുൻപ് ഉള്ള കാര്യമാണ്. നമ്മൾ എന്താണ്? വിശ്വസിക്കണം, സ്നാനമേൽക്കണം, പിന്നെ എന്നാണ്? തിരുവചനം പഠിക്കണം അല്ലേ? പിന്നെ മറ്റു കാര്യം കൂടെ നോക്കാം അല്ലേ? ഇനിയും സാറ് പറഞ്ഞ ആ വാക്യം ഒന്ന് എടുത്ത് വായിക്കാം അല്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായത്തിന്റെ 37-38 നമ്മൾ സാറ് പറഞ്ഞു. പത്രോസ് അവരോട് ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോട് ശേഷം അപ്പോസ്തലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. പത്രോസ് അവരോട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞു അല്ലേ? അപ്പം സ്നാനത്തിന് മുൻപേ മറ്റൊരു കാര്യം എന്താണ് കാണുന്നത്? മാനസാന്തരപ്പെടണം. അപ്പൊ നമ്മള് പഠിപ്പിക്കണം, വിശ്വസിക്കണം, മാനസാന്തരപ്പെടണം അല്ലേ? മാനസാന്തരപ്പെട്ടിട്ട് സ്നാനമേൽക്കണം. ഇനിയും ലൂക്കോസിന്റെ സുവിശേഷം 13:3 വായിക്കണം. അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട്. നമ്മൾ ന്യായവിധി ഓൾറെഡി പറഞ്ഞിരിക്കുക അല്ലേ? ഓരോ കാര്യത്തിന്റെയും ന്യായവിധി ഈ വേദപുസ്തകം പറയാം. ഇന്ന മനുഷ്യൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ നശിച്ചു പോകും. അപ്പൊ നമ്മൾ ന്യായവിധി നടത്തേണ്ട കാര്യമില്ല. ന്യായവിധി ദൈവം ഓൾറെഡി പറഞ്ഞു. ഇത് വ്യക്തികളുടെ ഉപത്തിൽ നടപ്പാക്കിയാൽ മതി. അത് അതിന്റെ ദിവസം വരുന്നതേ ഉള്ളൂ അല്ലെ? ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ന്യായവിധി. ഇവന് ന്യായവിധി വന്നു കഴിഞ്ഞു. എന്താണ്? ഇവന് വിശ്വസിക്കുന്നു, മാനസാന്തരപ്പെടുന്നില്ല. യാതൊന്നും ഇല്ലാതെ നടക്കുന്നവൻ മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. അപ്പൊ ഒരു മനുഷ്യൻ ഈ ഒരു കാരണമായിട്ട് ജനിക്കുന്നില്ല. മർത്തമക്കാരനോ യാക്കോക്കാരനോ ബന്ധിക്കോസുകാരനോ സെവന്തരക്കാരനോ കത്തോലിക്കനോ ആയിട്ടൊന്നും ജനിക്കുന്നില്ല. എല്ലാവർക്കും ഒരു മേലെഴുത്തേ ഉള്ളൂ. പാപി എന്ന മേലെഴുത്തോടെ ജഡത്താൽ ജനിച്ചത് ജഡമാണ്. അപ്പൊ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കണം. അപ്പൊ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് നോക്കുമ്പോൾ സ്നാനത്തിന്റെ ഏതാണ്ട് ഒരു കാര്യം മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. കർത്താവിൽ പ്രിയമുള്ളവരെ, ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് സ്നാനത്തെ കുറിച്ചാണ്. നമ്മൾ എന്താണ് സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം പിടികിട്ടി. അത് വെള്ളത്തിൽ മുക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇനി തിരുവചന പ്രകാരം അതിന്റെ അർത്ഥം നമ്മൾ റോമാലേഖനത്തിലൂടെ മനസ്സിലാക്കി. യേശുക്രിസ്തുവിനോട് ചേരുവാനാണ് നമ്മൾ സ്നാനമേൽക്കുന്നത്. യേശുക്രിസ്തുവിന്റെ മരണം, യേശുക്രിസ്തുവിന്റെ അടക്കം, യേശുക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്, ഈ ശുശ്രൂഷകളോട് ഏകീഭവിക്കുന്നതും ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാനുമായിട്ടുള്ള ഒരു വലിയ ശുശ്രൂഷയാണ് സ്നാനം. സ്നാനപ്പെടുന്ന വ്യക്തി അവൻ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, അവൻ തിരുവചനം പഠിക്കണം, അവൻ മാനസാന്തരപ്പെടണം. അങ്ങനെയുള്ള സ്നാനമാണ് ശരിയായ സ്നാനം. ആ തരത്തിലുള്ള സ്നാനമാണോ നമ്മൾ ഏറ്റിരിക്കുന്നത് എന്ന് ഈ ദിവസങ്ങളിൽ ചിന്തിക്കുവാനും, അങ്ങനെയല്ല എങ്കിൽ ശരിയായ സ്നാനമേറ്റ് നമ്മൾ നിത്യജീവൻ അവകാശികളായി തീരുവാനും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും ഞങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കുക. നാം ആത്മാർത്ഥമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രതിഷ്ഠയോടെ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ,
ഇന്നലെ നിങ്ങളെ കേൾപ്പിച്ച മാറ്റമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം. കർത്താവെ, സ്നാനമെന്ന വലിയ ശുശ്രൂഷയെക്കുറിച്ച് ഇന്ന് അവിടുന്ന് നിങ്ങളെ കേൾപ്പിച്ചതിനായിട്ട് സ്തോത്രം. അവിടുന്ന് കർത്താവെ അടിയങ്ങൾക്ക് തന്നിട്ടുള്ള വളരെ സുപ്രധാനമായ ഒരു കൽപ്പനയാണല്ലോ സ്നാനം എന്നുള്ളത്. അത് ഇന്നതിൻ്റെ അർത്ഥം ശരിയായി ഗ്രഹിക്കുവാനും ഏതാണ് ശരിയായ സ്നാനമെന്ന് മനസ്സിലാക്കുവാനും ഒക്കെ അടിയങ്ങളെ സഹായിച്ചതിനായിട്ട് സ്തോത്രം. അടിയങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനനുസരിച്ച് സ്നാനപ്പെട്ട് ജീവൻ്റെ പുതുക്കത്തിൽ നടന്ന് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ സഹായിക്കണമേ. വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അതിനായിട്ട് കർത്താവ് ഒരുക്കണമേ. കർത്താവെ, നിങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാനും തിരുവചനത്തിനനുസരിച്ചുള്ള വിശുദ്ധ ജീവിതം നയിപ്പാനും അടിയങ്ങളെ സഹായിക്കണമേ. രോഗത്താലും മറ്റ് ജീവിത പ്രതിസന്ധികളാലും ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. പ്രിയമക്കളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ. അവിടുന്ന് നിങ്ങളുടെ പ്രാർത്ഥന കേട്ട കൃപയ്ക്കായിട്ട് സ്തോത്രം. മനോമഹത്വം എടുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ പ്രിയമുള്ളവരെ, എല്ലാ ഞായറാഴ്ചയും രാവിലെ 6:30 ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം നിങ്ങൾ കാണുക, കേൾക്കുക, മറ്റുള്ളവരോടും പറയുക. യൂട്യൂബിലും കാണാം. ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം അത് ഉള്ളതുപോലെ പഠിച്ച് ഗ്രഹിച്ച് നമുക്കെല്ലാവർക്കും നിത്യജീവൻ അവകാശികളായി തീരുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ശ്രീ പേരകത്ത് ചെറിയാൻ സ്കറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു. ഇത് തിരുവചന സത്യം. ക്രൈസ്തവ ലോകത്ത് പരക്കെ പ്രചരിക്കുന്ന അബദ്ധ ഉപദേശങ്ങളും സംശയങ്ങളും വചനാടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഗ്രന്ഥമാണിത്. ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഗ്രന്ഥം. ഈ ഗ്രന്ഥം തികച്ചും സൗജന്യമായിട്ട് നൽകുന്നു. ഈ പുസ്തകം ആവശ്യമുള്ളവർ വിളിക്കേണ്ട നമ്പർ 9747097977. ഒരിക്കൽ കൂടെ പറയാം, 9747097977. പ്രവചന ശബ്ദം ക്രൈസ്തവ കുടുംബ മാസിക. സമകാലീന സംഭവങ്ങൾ, ആരോഗ്യ ദൂതുകൾ, പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കിയ ഉത്തമ കുടുംബ മാസിക. വാർഷിക വരിസംഖ്യ 200 രൂപ മാത്രം. വരിക്കാരാകുവാൻ ആഗ്രഹിക്കുന്നവർ വിളിക്കേണ്ട ഫോൺ നമ്പർ 9158433122 974709797977.